രാത്രിക്ക് നമ്മുടെ വീട്ടിൽ കുറച്ച് വിരുന്നേരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് ഞങ്ങളെല്ലാവരും. ബിരിയാണിക്കുള്ള വെജിറ്റബിൾസ് കട്ട് ചെയ്യലും ചിക്കൻ ഫ്രൈ ആക്കലും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ഇപ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. എൻ്റെ അമ്മക്കാണെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കേട്ടൊന്നും ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇന്ന് അമ്മ കിടന്ന് ഓടിക്കോട്ടെ, നമ്മളോട് നിൽക്കണോട് നിന്നോട്ടെ വിചാരിച്ചോട്ടെ, അതുമില്ല. ബിരിയാണിക്കുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉണ്ടാക്കാൻ ഇനി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ കൂടെ എന്നോട് മുന്തിരി ജ്യൂസ് എടുക്കാനും കൂടെ പറയുന്നത് എല്ലാം കൂടെ ഇപ്പം എന്നെ കൂടെ നടക്കൂലല്ലോ. അങ്ങനെ പിന്നെ തിളപ്പിച്ചെടുത്ത മുന്തിരി ജ്യൂസ് അടിച്ച് ഞാൻ അതും സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. ഇതേപോലെ ജ്യൂസ് അടിക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക, ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ സാലഡ് ഉണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഉള്ളി അവിടെ ആദ്യം അരിഞ്ഞ് വെച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇട്ടാണ്ട് ഞാൻ സാലഡും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഉപ്പും വിനീറും മാത്രം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സാലഡ് ഉണ്ടാക്കലും കൂടെ കഴിഞ്ഞാൽ ഞാൻ ഒരു പായസം കുടിച്ചുകൊണ്ട് നോക്കുമ്പോഴാണ് വിരുന്നേര് വന്നത്. ഇമ്മ അവർക്ക് വേഗം ജ്യൂസൊക്കെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് എടുക്കാൻ നിന്നിട്ടോ. എൻ്റെ തൈര് വയ്ക്കാനും കൂടെ ഉണ്ടായിരുന്നു എൻ്റെ സാലഡ്ക്ക്. അപ്പോൾ അതും കൂടെ സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ച് ഒരു പോയിട്ട് ഞങ്ങൾ ഫുഡ് അയച്ചിട്ട് 10:11 മണിക്ക് ഇത്താത്താനെ വീട്ടിലേക്ക് വിട്ടു. സ്വന്തം അച്ഛൻ്റെ കല്യാണ സീറ്റ് കാണുന്ന തിരക്കിലാണ് ഉള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 12 മണിയായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.